കാട്ടുതീയിൽ നിന്ന് മോചനം നേടാനാവാതെ വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ് അമേരിക്ക. കാലിഫോർണിയയിൽ ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ കാട്ടുതീ ഒന്ന് അണഞ്ഞു വന്നപ്പോഴിതാ വീണ്ടും തീ മറ്റൊരിടത്തേക്ക് ആളിപ്പടരുകയാണ്. ലോസ് ആഞ്ചലസിന് വടക്ക് ഭാഗത്താണ് ഇപ്പോൾ തീ പടരുന്നത്. ഏതാണ്ട് 2 മണിക്കൂറിൽ മാത്രം 5000 ഏക്കറോളം പ്രദേശത്താണ് തീ പടർന്നു പിടിച്ചിരിക്കുന്നത്. പ്രദേശത്ത് തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ്. നിലവിൽ തീ 8000 ഏക്കറോളം പ്രദേശത്തെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും അഗ്നിശമന സേനയും സംയുക്തമായി തീയണക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശക്തമായ വരണ്ട കാറ്റ് രക്ഷാപ്രവർത്തനത്തിന് അതേസമയം തടസ്സമാവുകയും ചെയ്യുന്നുണ്ട്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഭയാനകമായ തരത്തിലുള്ള 2 കാട്ടുതീകളുടെ ദുരിതം മാറുന്നതിന് മുമ്പാണ് അമേരിക്കയ്ക്ക് മേൽ വീണ്ടും കാട്ടുതീ എത്തുന്നത്. മുൻപുണ്ടായ തീയിൽ നിന്ന് ഒരുവിധം ലോസ് ആഞ്ചലസ് രക്ഷപ്പെട്ടു വരുന്നതിനിടെയാണ് വീണ്ടും കാട്ടുതീ പിടികൂടിയത്. അതിവേഗത്തിൽ വ്യാപിക്കുന്ന കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെടാനായി 10000 ആളുകളോട് വീടുകൾ ഒഴിയാൻ പ്രാദേശിക ഭരണകൂടം നിർദ്ദേശം നൽകി. 7ഇടത്താണ് ലോസ് ആഞ്ചലസിൽ കാട്ടുതീ ഇതുവരെ പടർന്നു പിടിച്ചിട്ടുള്ളത്. കാസ്റ്റക്സ് തടാകത്തിന് സമീപം കുന്നുകളിൽ ഭയാനകമായ തരത്തിൽ തീ ആളിപ്പടരുകയാണ്. വൻതോതിൽ പുകയും കനലും തീക്കാറ്റിനൊപ്പം പറന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇത് ആളുകളിൽ ഭീതി പരത്തുന്നതിനോടൊപ്പം തീ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നതിനും കാരണമാകുന്നു. കാട്ടുതീ പടരുന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന 19,000-ലേറെ പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ പുരോഗമിച്ചു വരുന്നത്. 1 ലക്ഷത്തോളം പേർക്ക് ഒഴിപ്പിക്കാനുള്ള മുന്നറിയിപ്പ് ഇതുവരെ നൽകി കഴിഞ്ഞു. കാട്ടുതീ ബാധിച്ച പ്രദേശത്തുള്ള എല്ലാവരും ഉടനെ ഒഴിയണമെന്ന് ലോസ് ആഞ്ചലസ് പ്രവിശ്യ മേധാവി റോബർട്ട് ജെൻസൺ ആവശ്യപ്പെട്ടു. ആളുകളോട് വീടുകൾ ഉപേക്ഷിച്ചു പോകാൻ പോലീസ് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ പ്രാദേശിക TV ചാനലുകൾ സംപ്രേഷണം ചെയ്തു. പ്രദേശത്തെ ജയിലിലുള്ള 500 തടവുകാരെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകൾ വരുന്നു. ആഴ്ചകളായി ലോസ് ആഞ്ചലസ്, കാലിഫോർണിയ മേഖലകളിൽ കാട്ടുതീ പടർന്നു പിടിച്ചിരുന്നു. ഈ തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് അമേരിക്കയ്ക്ക് ഉണ്ടായത്. 20-ലേറെ പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ നശിക്കുകയും ചെയ്തിരുന്നു. ശക്തമായ വരണ്ട കാറ്റുള്ളതിനാൽ തെക്കൻ കാലിഫോർണിയയുടെ ഭൂരിഭാഗവും പ്രദേശവും കാട്ടുതീ സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പുള്ളത്. ഈ മുന്നറിയിപ്പ് പ്രാദേശിക ഭരണകൂടം ജനങ്ങൾക്കെല്ലാം നൽകിയതിനാൽ ജനങ്ങൾ ഒരു കരുതലിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.